ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുന്ന ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിന് ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന മെത്തേഡിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ചിക്കൻ 65 ബിരിയാണി കേട്ടോ. ഈ പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. റെസിപ്പി മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. 1 കിലോ ചിക്കൻ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ബിരിയാണി ഒരു ചുവപ്പ് കളറായി പോവും. പിന്നെ എരിവിന് നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കോൺഫ്ലോറാണ്. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയമുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും നെയ്യല്ല ചേർക്കുന്നത് കേട്ടോ. ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 4 ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോ അരിക്ക് നമുക്ക് 4 ഉള്ളി മതി കേട്ടോ. ഈ ഒരു സൈസിലുള്ള 4 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് ഉള്ളി പൊരിച്ചെടുക്കുന്ന ആ ഒരു പാകത്തിനാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിത് കോരി മാറ്റാം. ഒരുപാടിട്ട് കരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പാകത്തിന് നമ്മൾ കോരി വെച്ചാൽ മതി. ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി ഒന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെങ്കിൽ വറുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ആ ഒരു ഓയിൽക്ക് തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് പൊരിച്ച് കോരി മാറ്റാനുള്ളതാണ്. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ഉള്ളി പൊരിച്ച് ഈ ഒരു ഓയിൽ തന്നെ ഫ്രൈ ചെയ്യായതുകൊണ്ട് ചിക്കന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ആ ഉള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഓയിലിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ഓയിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മറ്റേ ഭാഗം കൂടെ ഒന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്ക് ചിക്കനെ കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ മസാലയിൽ നമ്മൾ ഇടുന്ന സമയത്ത് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫ്ലേവറൊന്നും പിടിക്കില്ല. ഇനി ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ പിന്നെ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിൽ തന്നെയാണിത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നല്ല ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം നമ്മുടെ ആ ഒരു ഓയിലിനുണ്ടാവും കേട്ടോ. ഇതൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കുക കേട്ടോ. ചിലർക്ക് നന്നായിട്ട് നല്ല എരിവ് വേണ്ടവരുണ്ടാവും. അവർ കൂടുതലായിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് ഒരു പകുതി ഉള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പകുതി നമുക്ക് ചോറ് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ മസാലയിലേക്ക് ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ.
ഇനി വേറൊരു പാത്രം വെച്ചിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് നിങ്ങൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ അരച്ചിട്ടല്ല ബിരിയാണി ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇതന്നെ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി മസാലയാണ് കേട്ടോ ഇതിന്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈര് ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തൈര് മൊത്തം ഒരു 2.5 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിനുള്ള പുളിപ്പതിന്നുണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തൈരും ചേർത്തിട്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലൊക്കെ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഗ്രേവിക്കുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പാകത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയില പുതിനയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൈപ്പിടിയിലാണ്ട് ഇട്ട് കൊടുക്കുകയാണേ, അളന്നിട്ടൊന്നുമല്ല ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ഒരു ബിരിയാണിയുടെ മസാലക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉള്ളി തക്കാളി ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കും. നല്ലൊരു ക്രീമി ടേസ്റ്റാണ്. അതുപോലെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ നല്ല ഫ്ലേവർ പിടിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് മസാല ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. അതിലൊരു വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് തെളിഞ്ഞ് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചോറുണ്ടാക്കുന്ന ഇത് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് റൈസ് റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്, ബിരിയാണീൻ്റെ റെസിപ്പിയിലൊക്കെ. അപ്പോൾ ഞാനിത് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്ച്ചോറ് വെക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് അതുപോലെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് ഓയിലും ചെറുനാരങ്ങ നീരും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള ചോറാണ് കേട്ടോ. നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഊറ്റിയെടുക്കാം. ഞാൻ ഒരുപാട് റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ചോറിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചോറിങ്ങനെ ലെയറുകളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ചോറ് ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീരകശാലിൻ്റെ അരിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ബസ്മതിയാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ അതേ ഒരു മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാഫ്രോണ് കലക്കിയിട്ട് ഒഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി നെയ്യൊക്കെ. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ദം ചെയ്യാനായിട്ടില്ലെങ്കിൽ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് കാണിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് തുറക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മസാലയും ചോറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറിയ പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് ആ ഒരു മിക്സായി കിട്ടൂല കേട്ടോ. അപ്പോൾ മസാലയും ചോറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിന് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്പീസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.